ഹായ് ഹലോ നമസ്കാരം. ഈ ടൈം ട്രാക്ക് ലൈറ്റ് ഡെസ്ക്ടോപ്പ് സീരീസിൻ്റെ 4ാമത്തെ ചാപ്റ്ററിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ചാപ്റ്ററിൽ അഡ്മിൻ സെക്ഷനെ കവർ ചെയ്തത്. ഇപ്രാവശ്യം നമുക്ക് മാസ്റ്റേഴ്സിൽ ഫുള്ളും ചെയ്യുവാണെങ്കിൽ അതൊരു ലെങ്തി വീഡിയോ ആകും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പോർഷൻസ്, ദാറ്റ് മീൻസ് കമ്പനീസ്, മാസ്റ്റർ സെറ്റിങ്സ്, അതിന് താഴേക്കുള്ള ടിൽ പബ്ലിക് ഹോളിഡേയ്സ് വരെയുള്ള ഈ 2 സെക്ഷൻസ് കവർ ചെയ്യാം. കമ്പനീസ്. ഈ ടൈം ട്രാക്ക് ലൈറ്റിൽ കമ്പനി ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ലിമിറ്റ് ഉണ്ടോ? ഒബ്വിയസ്ലി ഇല്ല. നമുക്ക് എത്ര കമ്പനി വേണമെങ്കിലും ആഡ് ചെയ്യാം. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് കമ്പനീസ് ആഡ് ചെയ്യാം. ചില ആളുകൾ ബ്രാഞ്ചസ് കമ്പനിയായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വിസിബിലിറ്റിക്ക് വേണ്ടിയാണ് ചില കമ്പനികൾ ഇന്ന ആളുകൾക്ക് മാത്രമേ കണ്ടാൽ മതി എന്നുള്ള ഓപ്ഷൻ കൊടുക്കാനായിട്ട് ബ്രാഞ്ചുകൾ കമ്പനിയായിട്ട് ആഡ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ നേരത്തെ യൂസർ പ്രിവിലേജസ് കൊടുത്തപോലെ യൂസർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇന്ന സ്ഥാപനം മാത്രം കണ്ടാൽ മതി എന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഒരു കമ്പനി പുതുതായിട്ട് ആഡ് ചെയ്യുവാണെങ്കിൽ ആഡ് ഓപ്ഷനിൽ പോയി കമ്പനിയുടെ പേര് കൊടുക്കുക, ഷോർട്ട് നെയിം കൊടുക്കുക. ഫോർ എക്സാമ്പിൾ കമ്പനിയുടെ പേര് സ്മാർട്ട് വിഷൻ ഇൻഫോഷീൽഡ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഷോർട്ട് നെയിം സ്മാർട്ട് വിഷൻ ഇൻഫോഷീൽഡ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഷോർട്ട് നെയിം SVIPL. വിസിബിൾ ടു ഓൾ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ദാറ്റ് മീൻസ് ഇറ്റ്സ് ഡിപ്പെൻസ്. നേരത്തെ ഞാൻ പറഞ്ഞ പ്രിവിലേജസിൻ്റെ ബേസ് ആണിത്. ഇമെയിൽ ID കൊടുക്കുക, വെബ്സൈറ്റ് കൊടുക്കുക, അഡ്രസ്സ് കൊടുക്കുക. ഇമെയിൽ ID admin@smartvisionindia.co.in. വെബ്സൈറ്റ് www.smartvisionindia.co.in. അഡ്രസ് കളമശ്ശേരി. ലോഗോ കൊടുക്കണമെങ്കിൽ ഈ ഒരു പ്രിഫേർഡ് സൈസിലുള്ള ലോഗോ കൊടുക്കാം. ആഡ് കൊടുക്കുക. കമ്പനി ആഡഡ് സക്സസ്ഫുള്ളി. നെക്സ്റ്റ് മാസ്റ്റർ സെറ്റിങ്സ് ആണ്. മാസ്റ്റർ സെറ്റിങ്സ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ദാറ്റ് മീൻസ് അതിനെപ്പറ്റി അറിയാതെ നമുക്ക് ഈ സോഫ്റ്റ്വെയർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. എംപ്ലോയി കോഡ് ഇൻ ഡിവൈസ് ഈസ് സെയിം. എന്താണ് എംപ്ലോയി കോഡ് ഇൻ ഡിവൈസ് ഈസ് സെയിം? ടിക്ക് ചെയ്യാൻ അൺടിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഓൾറൗണ്ടർ എക്സ്പീരിയൻസ് ടാർഗറ്റാണ്. ഇപ്പോൾ പെട്ടെന്ന് അറിയാത്ത ഒരാൾ ജസ്റ്റ് ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു പ്രോഡക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ഓൺലൈനിൽ നിന്നോ എങ്ങനെയെങ്കിലും മെറ്റീരിയൽ സോഴ്സ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നു. അവർ 1 2 3 എന്നുള്ളൊരു നമ്പറിൽ ആഡ് ചെയ്ത് പോകുന്നു. നാളെ ഒരു സമയത്ത് അവർക്ക് റിപ്പോർട്ട് സെഗ്രിഗേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു എംപ്ലോയി കോഡിന് അഗെയിൻസ്റ്റ് റിപ്പോർട്ട് വേണമെന്ന് ഒരു ആവശ്യം വരുവാണ്. എന്ത് ചെയ്യും? ഇത്രയും യൂസേഴ്സിന് ഒരു 50 യൂസേഴ്സ് ഉണ്ട്. എല്ലാ യൂസേഴ്സിനെയും എഡിറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് പുതുതായിട്ട് ആഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതുവരെയുള്ള അവരുടെ ഫുൾ ട്രാക്ക് പോകുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഏകദേശം ഒരു 6 മാസം ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 1 മാസം ഉപയോഗിച്ചിട്ടുണ്ടാകും. എന്തിനൊരു 5 ദിവസം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ തന്നെ ലോഗ്സ് മാറി, അപ്പോൾ പിന്നെ അവർ റിപ്പോർട്ട് മാറി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ എംപ്ലോയിയുടെ കോഡ് വേറെ, ഡിവൈസ് കോഡ് വേറെ. ഡിവൈസ് കോഡ് എന്ന് പറയുന്നത് ന്യൂമറിക് ക്യാരക്ടറും എംപ്ലോയി കോഡ് ആൽഫ ന്യൂമറിക് ക്യാരക്ടറും കൊടുക്കാൻ പറ്റും. ദാറ്റ് മീൻസ് വൈസ് വേഴ്സ. ദാറ്റ് മീൻസ് ഇതിലിപ്പോൾ ഡിവൈസ് കോഡ് നമുക്ക് വേണമെങ്കിൽ ആൽഫ ന്യൂമറിക് ക്യാരക്ടർ കൊടുക്കാം. ഒരു തുടക്ക സ്റ്റേജിൽ അതൊന്നും കൊടുക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാ പ്രൊഡക്റ്റിലും ആൽഫ ന്യൂമറിക് ക്യാരക്ടർ എന്തോ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വരാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ക്യാരക്ടറിന് ലിമിറ്റ് ഉണ്ട്. ലിമിറ്റ് നമുക്ക് ഫേംവെയർ ചേഞ്ച് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ വിഷയം അതല്ല. എംപ്ലോയി കോഡ് ഡിവൈസ് കോഡ് സെയിം ആണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ കുറച്ച് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സപ്പോസ് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ മതി, അത് ക്ലിയർ ചെയ്ത് തരാം. അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഷിഫ്റ്റാണ്. പൊതുവേ അത് ഉപയോഗിക്കാറില്ല. കാരണം ഓൾമോസ്റ്റ് ഫിക്സഡ് ഷിഫ്റ്റ് ആണെങ്കിൽ പോലും ഷിഫ്റ്റ് മാനുവൽ എൻ്റർ ചെയ്ത് കൊടുക്കാറാണ് പതിവ്. ഇതിൽ ഷിഫ്റ്റ് കൊടുക്കുവാണെങ്കിൽ ഒരു സിംഗിൾ ഷിഫ്റ്റിൽ വർക്കാവും. വേണമെങ്കിൽ ഇതിലൂടെ കൊടുക്കാം. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് അറ്റൻഡൻസ് ഇയർ സ്റ്റാർട്ട്സ് ഓൺ. എന്താണ് അറ്റൻഡൻസ് ഇയർ? എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത? ഇപ്പോൾ നമുക്ക് ലീവ് ബാലൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ അറ്റൻഡൻസ് ഇയറിന് അഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും ബാക്ക് എൻഡിൽ അത് പ്രോസസ്സായി വരുന്നത്. സപ്പോസ് ഒരാൾ ഒരു വർഷം 12 ലീവാണ് ആൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു വർഷം കഴിഞ്ഞ് വന്ന സിസ്റ്റം എങ്ങനെ മനസ്സിലാക്കും? അല്ലെങ്കിൽ ഈ എടുക്കാത്ത ലീവിനെ നെക്സ്റ്റ് ഇയറിലേക്ക് എങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യും? അപ്പോൾ ഈ അറ്റൻഡൻസ് ഇയർ എന്നുള്ളൊരു സംഭവം ഇമ്പോർട്ടൻ്റ് ആണ്. അത് പല രീതിക്ക് ചെയ്യുന്നുണ്ട്. ചിലവർ കലണ്ടർ ഇയറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ചിലവർ എഡ്യൂക്കേഷണൽ ഇയറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ചിലർ ഫിനാൻഷ്യൽ ഇയറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ചില ആളുകൾ
കമ്പനിയെ സ്റ്റാർട്ട് ചെയ്തു അന്ന് മുതലുള്ള ഡേ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മീൻസ് ഇറ്റ്സ് അപ് ടു അവരുടെ ആവശ്യകത എന്താണ്, ദാറ്റ് മീൻസ് ആരാണത് ഉപയോഗിക്കുന്നത് അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചാണ്. ഇതിനൊരു ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു റോളില്ല അല്ലെങ്കിൽ ഒരു റൂളില്ല. മിനിമം ഡിഫറൻസ് ബിറ്റ്വീൻ ടു പഞ്ചസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്, മിനിമം ഡിഫറൻസ് ബിറ്റ്വീൻ ടു പഞ്ചസ് എന്നുള്ളത്. അതിനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിലേക്ക് വരുവാണ്, ഞാൻ എൻ്റെ അവിടുത്തെ സ്റ്റാഫാണ്, ഞാൻ അവിടെ പഞ്ച് ചെയ്യുന്നു. പഞ്ച് ചെയ്ത എനിക്കൊരു സംശയം, ആക്ച്വലി ആ ടൈമിൽ എനിക്ക് എന്തെങ്കിലും എൻഗേജ്ഡ് ആയിരുന്നു, പെട്ടെന്ന് ഒരു സം കേസസ് എൻ്റെ മൈൻഡ് ഓഫായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങോട്ട് ജസ്റ്റ് പാസ് ചെയ്യുമ്പോൾ എനിക്കൊരു ഡൗട്ട്, ഞാൻ പഞ്ച് ചെയ്തു എന്നുള്ളത് കൺഫ്യൂഷൻ അല്ലേ. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ പിന്നെയും തിരിച്ചു വരുന്നു, പിന്നെയും പഞ്ച് ചെയ്യുന്നു. അപ്പം നോർമലി ആദ്യത്തെ പഞ്ച് ഇന്നും രണ്ടാമത്തെ പഞ്ച് ഔട്ട്. ഇതിലുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഓൾട്ടർനേറ്റീവ് ഇൻ ഔട്ട് എന്നൊരു ഓപ്ഷനിലാണ് നമ്മൾ ഡിവൈസ് ആഡ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ കേസുകളെല്ലാം വഴിയെ വരാം. പക്ഷേ ജസ്റ്റ് മനസ്സിലാക്കാനായിട്ട് പറയുവാണ്, ഓൾട്ടർനേറ്റ് ഇൻ ഔട്ട് എന്ന് പറയുന്നത് ആദ്യത്തെ തന്നെ രണ്ടാമത്തെ ഔട്ട്. അപ്പം ഞാൻ മൂന്നാമത്തെ ശരിക്കും ആക്ച്വലി ഔട്ട് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ചെയ്യുന്ന പഞ്ച് നെക്സ്റ്റ് ഇന്നായിട്ട് വരും. അത് ഒഴിവാക്കാനായിട്ട് രണ്ട് പഞ്ചുകൾക്കിടയിലുള്ള ഡിഫറൻസ് അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും വേണമെന്നൊരു കമാൻഡിലൂടെ പാസ് ചെയ്യുവാണെങ്കിലോ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് എനിക്ക് സംശയം വന്ന് പിന്നെയും പഞ്ച് ചെയ്താലും വിഷയമില്ല. ആ 5 മിനിറ്റിനുള്ളിൽ ഒരാൾ എത്ര പഞ്ച് ചെയ്താലും അത് ഒറ്റ പഞ്ചായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ, മറ്റതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് പഞ്ച് എന്നുള്ള കാറ്റഗറിയിൽ വിട്ടുകളയും. ഇത് സെയിം സംഭവം തന്നെ ഹാർഡ്വെയറിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, സോഫ്റ്റ്വെയറിൽ സെറ്റ് ചെയ്യുന്നൊരു ഫീച്ചറാണിത്. പഞ്ച് ബിഗിനിങ് ഡ്യൂറേഷൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ്. പഞ്ച് ബിഗിനിങ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഫിക്സഡ് ഷിഫ്റ്റ് ആയിക്കോട്ടെ മൾട്ടി ഷിഫ്റ്റ് ആയിക്കോട്ടെ, ഈ ഷിഫ്റ്റിൻ്റെ എത്ര സമയം മുന്നേ വരെ, ഷിഫ്റ്റ് തുടങ്ങുന്നതിന് എത്ര സമയം മുന്നേ വരെ ആൾക്ക് പഞ്ച് ചെയ്ത് തുടങ്ങാമെന്നുള്ളൊരു ഓപ്ഷനാണ് പഞ്ച് ബിഗിനിങ് ഡ്യൂറേഷൻ. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വെയർ ഹൗസിലെ സ്റ്റാഫുകളുടെ അക്കോമഡേഷൻ കൊടുക്കുന്നത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ സ്റ്റാഫ് വരുന്നു, പഞ്ച് ചെയ്യുന്നു. അപ്പോൾ ദാറ്റ് മീൻസ് ഒരു പ്രാവശ്യം അറിയാതെ ആൾ ഒരു 6 മണിക്ക് വന്ന് പഞ്ച് ചെയ്തു. മോർണിംഗ് 6 മണിക്ക് 9 മണിക്കാണ് ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. മോർണിംഗ് 6 മണിക്ക് അയാൾ ജസ്റ്റ് അതിൽ കൂടെ പാസ് ചെയ്തപ്പോൾ പഞ്ച് ചെയ്തു. അതിൽ റിപ്പോർട്ടിൽ അയാളൊന്ന് ലേറ്റ് ആയിട്ട് വന്നു, പക്ഷേ ആ നെക്സ്റ്റ് മന്ത് സാലറി കിട്ടിയ സമയത്ത് ഈ ലേറ്റ് കമ്മിങ്ങിൻ്റെ കാണിക്കുന്നില്ല. അപ്പോൾ ആൾക്ക് മനസ്സിലായി 6 മണിക്ക് പഞ്ച് ചെയ്താലും ഓക്കെയാണ്. ദാറ്റ് മീൻസ് സിസ്റ്റം അത് എനിക്ക് ഫുൾ ഡേ ആയിട്ട് അക്സെപ്റ്റ് തരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ദാറ്റ് മീൻസ് ആ ഒരു കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനായിട്ട് എപ്പോഴാണോ പഞ്ചിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ ഒരു ടൈം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 9 മണിയാണെങ്കിൽ ഇപ്പോൾ 120 കൊടുക്കുകയാണെങ്കിൽ 8 മണി തുടങ്ങി പഞ്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. 9 മണിയാണെങ്കിൽ 7 മണി തുടങ്ങി പഞ്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. 120 എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. നമുക്കൊരു 30 മിനിറ്റ്സ് ബിഫോർ പഞ്ചിങ് സ്റ്റാർട്ട് ചെയ്താൽ മതി. പഞ്ചിങ് നടക്കും, പഞ്ചിങ് മെഷീനിൽ ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ അതല്ല വിഷയം, സോഫ്റ്റ്വെയർ അതൊരു പഞ്ചിങ് ആയിട്ട് കൺസിഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഹാർഡ്വെയറിൽ വന്ന എല്ലാ വാല്യൂസും സോഫ്റ്റ്വെയർ ദാറ്റ് മീൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കില്ല, അല്ലെങ്കിൽ റിപ്പോർട്ട് ജനറേഷൻ വേണ്ടി ഉപയോഗിക്കില്ല. നമ്മൾ എന്താണ് ഇവിടെ കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത് ആ കണ്ടീഷന് അഗെയിൻസ്റ്റ് ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന 9 മണിക്ക് പഞ്ചിങ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആൾ 7 മണി മുതലേ ഉള്ള പഞ്ച് ചെയ്താൽ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. 6 മണിക്ക് ആൾ വന്ന് പഞ്ച് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു മേബി 30 മിനിറ്റ്സ് ബിഫോർ മാത്രമേ പഞ്ചിങ് സാധ്യമാകുള്ളൂ എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വാല്യൂ 120 എന്നുള്ളത് 30 കൊടുക്കേണ്ടി വരും. വെൻ നോ ഷിഫ്റ്റ് അസൈൻഡ് കൺസിഡർ, അവിടെയും ഫിക്സഡ് ഷിഫ്റ്റിൽ ബന്ധമില്ല. ഇപ്പോൾ ഷിഫ്റ്റുകളൊന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മൾട്ടി ഷിഫ്റ്റ്സുകളുണ്ട്. ദാറ്റ് മീൻസ് ഒരു ഹോസ്പിറ്റലിൻ്റെ കേസ് എടുക്കാം. ഹോസ്പിറ്റലിന് ഡേ ടൈമിൽ ഒരു 9 മണി ഷിഫ്റ്റ് ഉണ്ട്, 10 മണി ഷിഫ്റ്റ് ഉണ്ട്, പല കാറ്റഗറീസിൽ പല ഷിഫ്റ്റുകളുണ്ട്. ഇത് ഏത് ഷിഫ്റ്റാണോ ആൾ എടുക്കേണ്ടത് എന്നുള്ളത്, ദാറ്റ് മീൻസ് ഒരു ഷിഫ്റ്റും അസൈൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഒന്നുകിൽ പ്രീവിയസ് ഡേ ഷിഫ്റ്റ്, ദാറ്റ് മീൻസ് അയാൾ കുറച്ച് ദിവസം നെക്സ്റ്റ് ബിഫോർ ഡേ, ഇന്നത്തെ ദിവസത്തിന് മുന്നത്തെ ദിവസം ഏത് ഷിഫ്റ്റാണ് പോയിരിക്കുന്നത് ആ ഷിഫ്റ്റിനെ കണ്ടിന്യൂ കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ആൾ പഞ്ച് ചെയ്ത സമയത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആ ഒരു സമയത്തായാലും പഞ്ച് ബിഗിനിങ് ഡ്യൂറേഷനും പഞ്ച് എൻഡ് ആഫ്റ്റർ എന്നുള്ളൊരു വാല്യൂ ഉണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് മനസ്സിൽ വെച്ചേക്കുക. പഞ്ച് ബിഗിനിങ് ഡ്യൂറേഷൻ, മിനിമം ഡിഫറൻസ് ബിറ്റ്വീൻ 2 പഞ്ചസ്, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഓട്ടോ ബാക്കപ്പ്, നമുക്കിപ്പോൾ ഈ സോഫ്റ്റ്വെയർ ജനറലി ഓൾമോസ്റ്റ് ഞാൻ കണ്ടിരിക്കുന്ന ഓൾമോസ്റ്റ് ആളുകളെല്ലാം ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് സി ഡ്രൈവിലേക്കാണ്. വൺസ് സി ഡ്രൈവ് ക്രാഷായി, സി ഡ്രൈവ് എന്ന് പറയുന്നത് വോയിസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഡ്രൈവ് ക്രാഷായി, എന്ത് സംഭവിക്കും? പോട്ടെ, സിസ്റ്റം ഫുള്ളി ക്രാഷായി എന്ത് സംഭവിക്കും? നമുക്ക് വേണമെങ്കിൽ ഇത് നെറ്റ്വർക്കിലേക്ക് എവറി 7 ഡേയ്സ് ബേസിലോ എവറി 1 ഡേ ബേസിലോ 2 ഡേ ബേസിലോ ബാക്കപ്പ് എടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ലൊക്കേഷൻ നെറ്റ്വർക്കിലാണെങ്കിൽ നെറ്റ്വർക്ക് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ സെയിം പീസിൽ തന്നെ ഒരു ഫോൾഡറിലേക്ക് അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റായി. ഇനിയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് മെയിൽ സെറ്റിംഗ്, SMS സെറ്റിംഗ്, ഷിഫ്റ്റ് ഡീറ്റെയിൽസ്, ഷിഫ്റ്റ് ഗ്രൂപ്പ്സ്, ഷിഫ്റ്റ് കലണ്ടർ.
ബേസിക്കലി അതൊരു നെക്സ്റ്റ് ക്ലാസ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഞാനിത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. ബട്ട് ഐ തോട്ട് നെക്സ്റ്റ് ക്ലാസ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. വീഡിയോയുടെ ലെങ്ത്ത് കൂടി പോവുകയാണ്, അത് ഒഴിവാക്കാനായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ സോ സ്റ്റേ ട്യൂൺഡ്. നെക്സ്റ്റ് വീഡിയോക്ക് വരെ വെയിറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഓരോ പ്രതികരണത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത്. ദാറ്റ് മീൻസ് ചെയ്യുന്ന വീഡിയോസ് ആളുകൾക്ക് ഓക്കെ ആണെന്ന് അറിയില്ല. ഞാൻ എനിക്കറിയാവുന്ന രീതിയിലാണത് പറയുന്നത്. പക്ഷേ ദാറ്റ് മീൻസ് എനിക്കറിയാവുന്ന കാര്യങ്ങളല്ല, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതാണ് പ്രയോറിറ്റി. ദാറ്റ് മീൻസ് അത് കാര്യങ്ങൾ ചോദിക്കുവാണെങ്കിൽ റിയൽ ടൈമായിട്ട് പ്രോപ്പറായിട്ട് റിപ്ലൈ തരാനോ അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ അതെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാനോ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ സൈനിങ് ഓഫ്. താങ്ക് യു.